നമ്മളിന്ന് ഇതിൽ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എത്ര തരത്തിൽ കോൾ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിവിടെ ഈ പ്രോഗ്രാം ഹാഷ് ഇൻക്ലൂഡ് അയോസ്ട്രിങ് യൂസിങ് നെയിം സ്പേസ് എസ്ടിഡി ഇത് കഴിഞ്ഞ് നമുക്ക് വോയിഡ് സം വൺ ഈ ഫംഗ്ഷനിൽ എന്താണ് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഫംഗ്ഷൻ്റെ പേര് സം വൺ ആണ്. ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൽ നമ്മളൊന്നും ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻറ്റ് സം ടു ബ്രാക്കറ്റ് എം ടി ആണ്. നേരത്തെ ഇവിടെ വോയിഡ് ആയിരുന്നതിന് പകരം ഇവിടെ ഇൻറ്റ് ആണ്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താ വെച്ചെങ്കിൽ സം ടു ഫംഗ്ഷൻ എനിക്ക് നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. പക്ഷേ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ വരുന്നുണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന മെയിനിലേക്ക് തിരിച്ച് ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ വോയിഡ് സം ത്രീ ഇൻറ്റ് കോമ ഇൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചെങ്കിൽ ഈ സം ത്രീ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് രണ്ട് ഇൻറ്റിജർ വാല്യൂസ് പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഒന്നും തിരിച്ച് മെയിനിലേക്ക് കൊടുക്കുന്നില്ല. ഇപ്പോൾ വോയിഡ് ആണ്. ഇനി നാലാമത്തെ ടൈപ്പ് സം ഫോർ ആണ്. സം ഫോറിലേക്ക് രണ്ട് ഇൻറ്റിജർ വാല്യൂസ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂ റിസൾട്ടായി തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നാല് തരമാണ്. ആദ്യത്തേക്ക് ഫംഗ്ഷനിലേക്കൊന്നും കൊടുക്കുന്നില്ല, ഫംഗ്ഷൻ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. രണ്ടാമത്തേക്ക് ഫംഗ്ഷനിലേക്കൊന്നും കൊടുക്കുന്നില്ല, ഫംഗ്ഷൻ തിരിച്ചൊരു ഇൻറ്റിജർ വാല്യൂ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേൽ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. നാലാമത്തെ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷനിൽ നിന്നും വാല്യൂ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എങ്ങനെയാണ് കോൾ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തേക്ക് നമ്മൾ ഫംഗ്ഷനിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല, ഫംഗ്ഷനിൽ നിന്നും ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫംഗ്ഷന് വിളിച്ചാൽ മതി, അതിലേക്കൊന്നും പാസ് ചെയ്യേണ്ട, അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഫംഗ്ഷൻ കോൾ വിത്ത് നോ പാരാമീറ്റർ നോ റിട്ടേൺ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഫംഗ്ഷനിലേക്ക് ഒന്നും കൊടുക്കണ്ട, പക്ഷേ ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂ റിട്ടേൺ വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ സം ടു എന്ന് സം വൺ വിളിച്ച പോലെ തന്നെയാണ് സം ടു വിളിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് നമ്മൾ റിസൾട്ട് ഈക്വൽ ടു സം ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്ന് റിട്ടേൺ വരുന്ന ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ വരുന്നുണ്ട്. ആ ഇൻറ്റിജർ വാല്യൂ നമ്മൾ റിസൾട്ട് എന്നുള്ള വേരിയബിളിലൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എന്താണ് സം ടു എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഒന്നും വാല്യൂ കൊടുത്തില്ലെങ്കിലും അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന റിസൾട്ട് തിരിച്ച് മെയിനിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സം റിസൾട്ട് ഈക്വൽ ടു സം ടു എന്ന് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ വരുന്ന വാല്യൂ തിരിച്ച് വരുന്ന വാല്യൂ അത് നമ്മൾ റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നമ്മൾ ആ റിസൾട്ട് എന്നുള്ള വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. റിസൾട്ട് ഇൻ മെയിനിലേക്ക് തിരിച്ചു വന്നല്ലോ, ഇത് മെയിൻ പ്രോഗ്രാമാണ്. മെയിനിൽ നമ്മൾ റിസൾട്ട് ഇൻ മെയിൻ ഈസ് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, തിരിച്ച് റിസൾട്ടൊന്നും ക്യാച്ച് ചെയ്യുന്ന റിസൾട്ട് തിരിച്ചു വാങ്ങുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ ദിസ് ഈസ് മെയിൻ എൻ്റെ ടു നമ്പേഴ്സ് കൊടുക്കുകയാണ്. എക്സും വൈയും രണ്ട് വാല്യൂസ് മെയിനിൽ വാങ്ങി, ആ രണ്ട് വാല്യൂസ് നമ്മൾ സം ത്രീയിലേക്ക് പാസ് ചെയ്തു, തിരിച്ചൊന്നും വാല്യൂ വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ റിസൾട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണ്ട. അപ്പോൾ ഫംഗ്ഷൻ കോൾ വിത്ത് പാരാമീറ്റേഴ്സ് രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നതിന് അതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് നോ റിട്ടേൺ തിരിച്ച് വാല്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ നമ്മൾ രണ്ട് വാല്യൂസ് മെയിൻ്റെ അകത്താണ് രണ്ട് വാല്യൂസ് റീഡ് ചെയ്യുന്നത്. ആ രണ്ട് വാല്യൂസ് സം ഫോറിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. സം ഫോർ ബ്രാക്കറ്റിൽ രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്ന റിസൾട്ട് നമ്മൾ റിസൾട്ടിലേക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നാലാമത്തെ ഫംഗ്ഷൻ കണ്ടോ, രണ്ട് വാല്യൂസ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്ന വാല്യൂ നമ്മൾ മെയിനിലേക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ആ വരുന്ന വാല്യൂ നമ്മൾ റിസൾട്ടിലേക്ക് തിരിച്ചെടുക്കുകയാണ്, അത് നമ്മൾ മെയിനിൽ പ്രിൻറ്റ് ചെയ്യണം. റിസൾട്ട് ഇൻ മെയിൻ ഈസ് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെ നാല് തരത്തിലുള്ള ഫങ്ഷൻസാണ്. ആദ്യത്തെ ഫംഗ്ഷനിൽ നമ്മൾ ഫംഗ്ഷനിലേക്കൊന്നും കൊടുക്കുന്നില്ല, ഫംഗ്ഷൻ തിരിച്ച് നമ്മളെ ഒന്നും ഏൽപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷനിലേക്കൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഫംഗ്ഷൻ തിരിച്ച് റിസൾട്ട് തരുന്നുണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ തിരിച്ച് വാല്യൂ ഒന്നും വരുന്നില്ല. നാലാമത്തെ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, തിരിച്ചും വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ നാല് ഫംഗ്ഷൻസിന് നമ്മൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുന്നതിന് നമ്മൾ പ്രോട്ടോടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. സം വണ്ണിൽ നമ്മൾ ഫംഗ്ഷനിലേക്കൊന്നും വാല്യൂസ് കൊടുക്കാത്ത കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വന്ന് രണ്ട് നമ്പേഴ്സ് കളക്ട് ചെയ്തു, അത് എയും ബിയും, ആ രണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ സിയിലേക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് സി പ്രിൻ്റ് ചെയ്യുന്നു. അതായത് നമ്പേഴ്സ് യൂസറിൻ്റെ നിന്ന് വാങ്ങുകയും
റിസൾട്ട് കാണിക്കുന്നതൊക്കെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ്. ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ എല്ലാം ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഫംഗ്ഷന് മെയിനിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, തിരിച്ച് മെയിനിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ തന്നെ സ്വയം ചെയ്യണം. 2 വാല്യൂസ് യൂസറിൻ്റെ നിന്ന് വാങ്ങി അത് ആഡ് ചെയ്തു, റിസൾട്ട് സം1 എന്നുള്ള ഫംഗ്ഷൻ തന്നെ നമുക്ക് കാണിച്ചു. എല്ലാ പണിയും സം1ൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. ഇനി സം2 നോക്കിക്കുകയും നമ്മൾ വാല്യൂസ് മെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ഇവിടെ കളക്ട് ചെയ്യുന്നു. എൻ്റെ 2 നമ്പേഴ്സ് 2 എയും ബിയും കളക്ട് ചെയ്തു, റിസൾട്ട് കണ്ടുപിടിച്ചു. പക്ഷേ റിസൾട്ട് തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റിസൾട്ട് ഈക്വൽ ടു സി എന്നുള്ളത് സം1ൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സം2ൽ അത് പ്രിൻറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ റിട്ടേൺ സി, ആ കിട്ടിയ റിസൾട്ട് സിയിലേക്ക് വന്നില്ല, ആ സി എന്നുള്ള റിസൾട്ട് നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യാണ്ട് നമ്മൾ തിരിച്ച് മെയിനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സം2ന്ന് റിസൾട്ട് തിരിച്ചു വരും. ആ റിസൾട്ട് നമ്മൾ ഇവിടെ റിസൾട്ട് എന്നുള്ള ഇതിലേക്ക് ക്യാച്ച് ചെയ്യും, ആ റിസൾട്ടോടെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ സം3യിലേക്ക് നമ്മൾ മെയിലിൽ നിന്ന് 2 വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ വാല്യൂ എയിലേക്കും രണ്ടാമത്തെ വാല്യൂ ബിയിലേക്കും വരും. അപ്പോൾ നമ്മൾ എ ബി വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എ ബി ആഡ് ചെയ്തിട്ട് നമ്മൾ സിയിലേക്ക് കൊടുക്കുന്നു, റിസൾട്ട് തിരിച്ച് മെയിനിലേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ റിസൾട്ട് ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യണം. സി ഔട്ട് ദ റിസൾട്ട് ഈസ് സി എന്നുള്ളത് അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ സം3യിലെ 2 വാല്യൂസ് മെയിനിൽ നിന്ന് ഇവിടേക്ക് വന്നു. പിന്നെ ഇവിടെ നമ്മൾ റിസൾട്ട് കണ്ടുപിടിച്ച് തിരിച്ച് മെയിനിലേക്ക് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ വോയിഡാണ് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ റിസൾട്ട് നമ്മൾ ഇതിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സം3 എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. 4ാമത്തെ ഫംഗ്ഷൻ മെയിനിൽ നിന്ന് 2 വാല്യൂസ് ഇവിടേക്ക് കിട്ടുന്നുണ്ട്. ആ 2 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു, റിസൾട്ട് ഇവിടെ എല്ലാം പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ തിരിച്ച് മെയിനിലേക്ക് തന്നെ കൊടുക്കണം. എന്നിട്ട് ഇൻറ്റ് സം എന്നാണ്, റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. അപ്പോൾ ഇതിന് തിരിച്ച് കൊടുക്കുന്നു. അങ്ങനെ 4 വ്യത്യസ്തമായ ഫങ്ഷൻസാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടോ, ഫംഗ്ഷൻ്റെ അകത്തേക്ക് സം1ലേക്ക് കടന്നു കഴിഞ്ഞാൽ സം1 ഫംഗ്ഷൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 3, അപ്പോൾ 2 നമ്പേഴ്സ് വാങ്ങുന്നത് സമ്മിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സമ്മിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വാല്യൂസ് ഒന്നും മെയിനിൽ നിന്ന് സമ്മിലേക്ക് കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്പേഴ്സൊക്കെ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ് വാങ്ങുന്നത്. റിസൾട്ട് കണ്ടുപിടിക്കുന്നത് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ്. റിസൾട്ട് ഈസ് 5. എന്നിട്ട് നമ്മൾ സം1ൻ്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. എല്ലാ വർക്കും സം1 എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ചെയ്തു. 2 നമ്പേഴ്സ് യൂസറിൻ്റെ നിന്ന് വാങ്ങി, റിസൾട്ട് കണ്ടുപിടിച്ച് പ്രിൻറ്റ് ചെയ്യും ഒക്കെ ചെയ്തത് എന്താണ്, സം1 ഫംഗ്ഷൻ തന്നെയാണ്. ഈ സം2 ഫംഗ്ഷനിൽ വരുമ്പോൾ എൻ്റെ 2 നമ്പേഴ്സ് നമ്മൾ ചോദിക്കുന്നത് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ വേറെ നമ്പേഴ്സ് കൊടുക്കാം, 4 5. ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങണത് സം2 എന്നുള്ള ഫംഗ്ഷൻ തന്നെ ചെയ്തു. നമ്മൾ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് ആ റിസൾട്ട് ഗിവൻ ബാക്ക് ടു മെയിൻ. അപ്പോൾ 4 + 5 9 എന്നുള്ള വാല്യൂ മെയിനിലേക്ക് തിരിച്ചു കൊടുത്തു. ദ റിസൾട്ട് ഇൻ മെയിനിലേക്ക് തിരിച്ചു പോയിട്ട് മെയിനിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് ഇൻ മെയിൻ ഈസ് 4 + 5 9. അപ്പോൾ 9 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തത് ഫംഗ്ഷൻ്റെ അകത്തല്ല, അത് മെയിനിലാണ് പ്രിൻറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഫംഗ്ഷന് ഇത്ര ഉത്തരവാദിത്തമുള്ളൂ. അവർ തന്ന വാല്യൂസ് വെച്ച് സം ചെയ്യുക, റിസൾട്ട് തിരിച്ച് മെയിനിലേക്ക് കൊടുക്കുന്നു, മെയിൻ ആ റിസൾട്ട് എടുത്ത് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അടുത്തത് 3ാമത്തെ ഫംഗ്ഷൻ നമ്മൾ മെയിൻ്റെ അകത്താണ് 2 വാല്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫംഗ്ഷനിലേക്ക് വാല്യൂ കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് 5 6 എന്നുള്ള വാല്യൂസ് മെയിനിൽ നിന്ന് റീഡ് ചെയ്തു. എന്നിട്ട് ഈ വാല്യൂസ് നമ്മൾ ഫംഗ്ഷൻ 3യിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഇതിലേക്കാണ് ഗോട്ട് നമ്പേഴ്സ് ടു ആഡ് ഫ്രം മെയിനിൽ നിന്നാണ് നമുക്ക് 5 6 എന്നുള്ള നമ്പേഴ്സ് സം3യിലേക്ക് ഇട്ടിരിക്കുന്നത്. റിസൾട്ട് സം3ൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിച്ചു. 5 + 6 എത്രയാണ്, 11 കണ്ടുപിടിച്ചു. ഇനി സം3യുടെ ജോലി കഴിഞ്ഞു, വർക്ക് കംപ്ലീറ്റഡ്. അപ്പോൾ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ അകത്താണ്, തിരിച്ച് വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് നമ്മൾ വാല്യൂസ് മെയിൻ്റെ അകത്താണ് വാങ്ങുന്നത്. നമുക്ക് 6 7 എന്നുള്ള വാല്യൂസ് ദിസ് ഈസ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മെയിൻ്റെ അകത്താണ് വാല്യൂസ് വാങ്ങിയത്. അത് സം4ലേക്ക് കൊടുക്കും. അപ്പോൾ ദിസ് ഈസ് ഇൻ സം4 എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അതായത് 2 വാല്യൂസ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്തു. ഗോട്ട് നമ്പേഴ്സ് ടു ആഡ് ഫ്രം മെയിനിൽ നിന്ന് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ കിട്ടി. ഇനി സം4 ജോലി കംപ്ലീറ്റ് ചെയ്തു, റിസൾട്ട് മെയിനിലേക്ക് തിരിച്ചു കൊടുത്തു. ഇനി മെയിനിലാണ് നമ്മൾ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണത്. 13 എന്നുള്ള റിസൾട്ട് നമ്മൾ മെയിൻ്റെ അകത്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഫംഗ്ഷൻ്റെ ജോലി ഇത്രയാണ്, 2 നമ്പേഴ്സ് മെയിനിൽ നിന്ന് വാങ്ങുക, ആഡ് ചെയ്യുക മാത്രമേ ജോലിയുള്ളൂ, റിസൾട്ട് തിരിച്ച് മെയിനിലേക്കാണ് കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിൽ ഇൻറ്റ് സം4 ഇൻറ്റ് എന്നാണ്, 2 പാരാമീറ്റേഴ്സ് വാങ്ങുകയും ചെയ്യണം, റിസൾട്ട് തിരിച്ചും കൊടുക്കണം. അപ്പോൾ റിസൾട്ട് നമ്മൾ മെയിനിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ അകത്തല്ല. അപ്പോൾ അതാണ് 4 തരം ഫങ്ഷൻസ്. ഓക്കെ.